അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥമായ കിതാബു തൗഹീദ് നിരോധിച്ചതായി 4-5 ദിവസമായി സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ വാർത്ത കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടാണത് നിരോധിച്ചത്? യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ അറബികളായ പലരുടെയും വലിയ ചർച്ചാ വിഷയമാണ്. പല സലഫികളും അതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിതാബു തൗഹീദ് നിരോധിച്ചു. അപ്പോൾ ഇത് നിരോധിക്കാനുള്ള കാരണം എന്താണ്? താലിബാൻ്റെ ഭരണകൂടം നിലവിലുള്ള ആ രാഷ്ട്രത്തിൽ ഏകദേശം 400ഓളം കിതാബുകൾ വിവിധ കാരണങ്ങളാൽ നിരോധിച്ചിട്ടുണ്ട്. അതിൽ ഈ കിതാബ് തൗഹീദ് നിരോധിക്കാനുള്ള പ്രധാന കാരണം പറയുന്നത് കിതാബ് തൗഹീദ് നിരോധിക്കാനുള്ള പ്രധാനമായ കാരണം പറയുന്നത് ഒന്നാമതായി അത് സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ നന്മയ്ക്കെതിരാണ് എന്നുള്ളതാണ്. ഉമ്മത്തിൻ്റെ നന്മയ്ക്കെതിരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ന് ഈ കിതാബ് തൗഹീദ് ഒക്കെ പിൻപറ്റുന്ന വഹാബി സലഫി ഐഡിയോളജി ഉള്ള ആളുകളിൽ നിന്നാണ് മദ്ഹലിസം വരുന്നത്. അതിനെക്കുറിച്ച് അഫ്ഗാൻ എക്സ്പേർട്ടായ റൈഹാൻ അഫ്ഗാനിയുടെ ലേഖനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് വായിക്കാം. വഖദ് ദക്കറൽ മുസന്നിഫു ഫി ഹാദൽ കിതാബി ബഅദുൽ ഖളായ അല്ലത്തി തുഖാലിഫു മദ്ഹബിന വ അഖീദത്തിന. താലിബാൻ ഔദ്യോഗികമായി മാതുരിദി അഖീദയും ഹനഫി മദ്ഹബും പിൻപറ്റുന്ന ഒരു ജനതയാണ് അഫ്ഗാൻ്റെ ഭരണകൂടം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് എതിരാവുന്ന ചില വിഷയങ്ങൾ ഈ കിതാബിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് തദുറുബിൽ മുജ്തമഇൽ അഫ്ഗാനി വ ആമത്തിന്നാസ്, ഈ ഗ്രന്ഥം അഫ്ഗാനി സമൂഹത്തെയും അഫ്ഗാനി മാത്രമല്ല എല്ലാ സമുദായത്തെയും നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ആമത്തുന്നാസ് വററം ബാലിയ, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം എന്താണ്? മസലൻ തക്ഫീറുൽ മുസ്ലിമീന വസ്തിബാഹത്ത് ദിമാഇഹിം, മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും അതുപോലെ തന്നെ അവരുടെ രക്തം ഹലാലാക്കുകയും ചെയ്യുന്ന ആശയം അത് സ്പ്രെഡാക്കുന്നൊരു കിതാബാണിത്. അതുകൊണ്ടാണ് അപ്പം മുസ്ലിമീ വസ്തിബാഹത്ത് ദിമാഇഹിം വ തക്ഫീരിഹിം ബിൽ ഉമൂമാത്തി വയഷക്കിലു ഹാദ അസാസ തതറുഫി വദ്ദാഇഷിയ, IS പോലുള്ള ദായിഷ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആശയം പ്രചരിപ്പിക്കാനും ഇത്തരം ഗ്രന്ഥങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹുനാഫി അഫ്ഗാനിസ്ഥാൻ കമാ അന്ന ദായിഷ എസ്തായിലൂൻ അഹദൽ കിതാബിൽ ഇസ്ബാദി അഖീദത്തി. അപ്പോൾ അഫ്ഗാനിൽ ഈ ദായിഷ് അഥവാ ISIS ഈ കിതാബ് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ IS ചിന്താഗതിയുള്ളവർ അവരുടെ ഒരു പ്രധാന അതിൻ്റെ പ്രചാരണത്തിൻ്റെ പ്രധാന ഗ്രന്ഥം ഇത് തന്നെയാണ്. വ തഹ്രീദി ശബാബി അലാ ഖത്ലിൽ മുസ്ലിമീൻ അൽ അബരിയായി വ തക്ഫീരിഹിം അലൽ അമാലി സഗീറ, വളരെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും അതുപോലെ തന്നെ അവരുടെ രക്തം ഹലാലാക്കുകയും ചെയ്യുന്ന ഒരു ആശയം, അങ്ങനെയുള്ള തീവ്രവാദപരമായ ആശയം ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കാണാം. സോഷ്യൽ മീഡിയയിലായാലും ലോകതലത്തിലെടുത്താൽ ഇപ്പോൾ ഫലസ്തീൻ യുദ്ധം, ഫലസ്തീനിൽ ഗസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ്റെ ഖുദ്സിനെ ജൂതന്മാരും സിയോണിസ്റ്റുകളും ആക്രമിക്കുകയും അമേരിക്ക അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ ചില ആളുകൾ, മുസ്ലിം നാമധാരികൾ തന്നെ, അവർ വലിയ മുസ്ലിങ്ങളായിക്കൊണ്ട് ഈ ജൂതന്മാരെയും അല്ലെങ്കിൽ അമേരിക്കയെയും പിന്തുണക്കുന്ന മദ്ഹലികളെ നമ്മൾ കാണാം. അവരുടെ ഐഡിയോളജി ഇത് തന്നെയാണ്. കാരണം അവരെന്താണെന്ന് പറയുന്നത്, ഈ പറയുന്ന മുസ്ലിമീങ്ങൾ, ഷിയാക്കളും സുന്നികളും ഉൾപ്പെടുന്ന മുസ്ലിം പൊതുസമൂഹം അവരൊക്കെ ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാണ്, മുർത്തദ്ദാണ്. അപ്പോൾ മുർത്തദിനേക്കാളും കാഫിറിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അമേരിക്കയും യഹൂദികളും സിയോണിസ്റ്റുകൾക്കൊക്കെ അവർക്ക് മുസ്ലിങ്ങളുടെ മണ്ണ് അല്ലെങ്കിൽ ഖുദ്സ് അധിനിവേശം നടത്തുമ്പോൾ ആ ഖുദ്സ് അധിനിവേശം നടത്തട്ടെ. കാരണം എന്താ? അവർ കാഫിരീങ്ങളാണ്. അപ്പോൾ നമ്മൾ കാഫിറും മുർത്തദും നമ്മൾ നോക്കുമ്പോൾ നല്ല കാഫിറാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാം, അധിനിവേശ ശക്തികളെ സപ്പോർട്ട് ചെയ്യുക, സിയോണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാം
എന്ന് ചിന്തിക്കുന്ന മദ്ഹലികൾക്കൊക്കെ ഉള്ള ഒരു പ്രചോദനമാണ് ഈ കിതാബ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം സമുദായത്തിന് വലിയ നാശമുണ്ടാക്കും എന്ന് കരുതിയിട്ടാണ് അഫ്ഗാൻ ഇത് നിരോധിക്കുന്നത്. കാരണം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇഖ്തിലാഫാത്തുകളെ അംഗീകരിക്കാനോ തയ്യാറല്ലാതെ ജനങ്ങളെ കാഫിറാക്കി മുർത്തദ്ദാക്കി മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു തീവ്രവാദ ഐഡിയോളജിയാണിത്. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ റൈഹാൻ അഫ്ഗാനിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചില ദായിഷിൻ്റെ അന്നഹു വജദ ഫി ബാദിൽ മഹാബി ദവായിഷി നസും കസീറത്തുല്ലി കിതാബി തൗഹീദ് അസ്നാ അമലിയത്തിൽ ഖുവ്വത്തി ഇമാറാത്തിൽ ഇസ്ലാമിയ. അഫ്ഗാൻ സൈന്യം അല്ലെങ്കിൽ താലിബാൻ്റെ സേന പലപ്പോഴും ദായിഷുമായി ഏറ്റുമുട്ടി അവരെ കീഴടക്കിയപ്പോൾ അവരുടെ മാളങ്ങളിൽ നിന്ന് ധാരാളം ഈ കിതാബ് തൗഹീദ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷുദ്രകൃതി ഇങ്ങനെയുള്ള കിതാബ് തൗഹീദ് നമ്മൾ അഫ്ഗാൻ്റെ അല്ലെങ്കിൽ താലിബാൻ്റെ ഐഡിയോളജി അതാന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കിതാബ് തൗഹീദ് പിന്നെ ബൈത്താക്കി പാടിയിട്ട് അത് പ്രസിദ്ധീകരിച്ച ഒരു ഉസ്താദ് നമ്മളെ ഒരു സ്ഥാപനത്തിൽ ഇപ്പോഴും അല്ലേ മുദരിസായിട്ടൊക്കെ ജോലി ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, താലിബാനാണോ ശരിയായ സുന്നി, അതല്ല നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളാണോന്ന്. ഏതായിരുന്നാലും താലിബാന് പരിമിതികളുണ്ടാവാം, ഒരു ഏകാധിപത്യ ഗവൺമെൻറ്റാണ്. എങ്കിലും കിതാബ് തൗഹീദ് നിരോധിക്കാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത് ന്യായമാണ്. ആ ന്യായം അഫ്ഗാന് മാത്രമല്ല ലോകത്ത് മൊത്തം മുസ്ലിമീങ്ങളും ചിന്തിക്കേണ്ട, വിവിധ രാജ്യങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഞാനെല്ലാ ഒരു വിഭാഗത്തെ മൊത്തം തീവ്രവാദി എന്നുള്ള ആൾക്ക് ആക്ഷേപിക്കുകയല്ല, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.